ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ ഓണാഘോഷവും ഓണക്കോടി വിതരണവും. പാരമ്പര്യത്തിൻ്റെ നിറച്ചിറകിലേറി സൗഹൃദത്തിൻ്റെ സന്ദേശവുമായി പട്ടങ്ങൾ. കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഓർമ്മകൾ പുതുതലമുറയിലേക്ക് പകരുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളിലും യുവതലമുറയിലും പട്ടം പറത്തൽ പോലുള്ള പാരമ്പര്യ വിനോദങ്ങളോടുള്ള താൽപ്പര്യം വളർത്തുകയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശം സമൂഹത്തിലേക്ക് പകരുകയും ചെയ്യുന്ന കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു. കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലെ കൈറ്റ് ക്ലബ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി ഓണത്തിൻ്റെ പാരമ്പര്യവും സാംസ്കാരികതയും സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിപ്പിച്ച ശ്രദ്ധേയമായ ആഘോഷമായി മാറി. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമായ ഓണം ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്ദേശമാണ് പകരുന്നത്. മഹാബലി ചക്രവർത്തിയുടെ നാടായിരുന്ന കേരളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വാർഷിക സന്ദർശനത്തെ വരവേൽക്കുന്നതാണ് ഓണാഘോഷത്തിൻ്റെ പ്രധാന ഐതിഹ്യങ്ങളിലൊന്ന്. ജനങ്ങളെ സ്വന്തം മക്കളെപ്പോലെ കരുതി സ്നേഹിച്ചിരുന്ന മഹാബലിയുടെ കാലത്ത് എല്ലാവരും സമത്വത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. വാമനാവതാരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ഓണത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ജാതി മത വർഗ വ്യത്യാസങ്ങൾക്കതീതമായി മലയാളികളെ ഒരുമിപ്പിക്കുന്ന ആഘോഷമെന്ന നിലയിലാണ് ഓണത്തിന് കേരളീയ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമുള്ളത്. ഈ ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം കൈറ്റ് ക്ലബ്ബും ഓണാഘോഷം സംഘടിപ്പിച്ചത്. ആകാശത്ത് സ്വതന്ത്രമായി ഉയരുന്ന പട്ടം പോലെ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അതിരുകളില്ലെന്ന സന്ദേശം കൂടി പട്ടം പറത്തൽ നൽകുന്നു. വിവിധ നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള പട്ടങ്ങൾ ഒരേ ആകാശത്ത് ഒരുമിച്ച് പറക്കുന്നത് പോലെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ആളുകൾ പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോകണമെന്ന ആശയവും കൈറ്റ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. രാവിലെ 10 മണിയോടെ അംഗങ്ങൾ ഒരുക്കിയ മനോഹരമായ അത്തപ്പൂക്കളത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ച് അംഗങ്ങൾ കൂട്ടായ്മയോടെ ഒരുക്കിയ പൂക്കളം ഓണത്തിൻ്റെ തനിമയും കേരളീയ പാരമ്പര്യവും വിളിച്ചോതുന്നതായി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണാഘോഷ പരിപാടികളും മധുര വിതരണവും നടന്നു. അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിൻ്റെ പ്രധാന ഭാഗമായി നടന്ന ഓണക്കോടി വിതരണത്തിൻ്റെ ഉദ്ഘാടനം വനിതാ ശിശു ക്ഷീര വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഓണത്തിൻ്റെ സന്തോഷം എല്ലാവരിലേക്കും പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഓണക്കോടി വിതരണം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൂട്ടായ്മയുടെയും സന്ദേശമായി. കൈറ്റ് ക്ലബ്ബ് രക്ഷാധികാരി ആർ പ്രകാശൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വടക്കേവിള ശശി സ്വാഗതം ആശംസിച്ചു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാലിൽ ഉദയ സുകുമാരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പട്ടം പറത്തൽ ഒരു വിനോദം മാത്രമല്ലെന്നും കുട്ടികളുടെയും യുവാക്കളുടെയും സർഗാത്മകതയും ഏകാഗ്രതയും ക്ഷമയും കൂട്ടായ പ്രവർത്തന മനോഭാവവും വളർത്തുന്ന ഒരു പാരമ്പര്യ വിനോദമാണെന്നും ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ വിനോദങ്ങളുടെയും ലോകത്ത് പുതുതലമുറയെ പ്രകൃതിയോടും തുറന്ന ആകാശത്തോടും കൂട്ടായ്മയോടും കൂടുതൽ അടുപ്പിക്കുന്നതിനും പട്ടം പറത്തൽ സഹായമാണ്. കുട്ടികൾക്ക് സ്വന്തം കൈകൊണ്ട് പട്ടം തയ്യാറാക്കാനും പറത്താനും അവസരം നൽകുന്നതിലൂടെ അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനും കഴിയും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഴയകാലം മുതൽ പട്ടം പറത്തലിന് ജനകീയ സ്വീകാര്യതയുണ്ട്. കാലം മാറിയപ്പോൾ പല പാരമ്പര്യ വിനോദങ്ങളും പിന്നിലായെങ്കിലും പട്ടം പറത്തലിനെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിനും അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യം സംരക്ഷിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് കൊല്ലം കൈറ്റ് ക്ലബ്ബ് നടത്തിവരുന്നത്. ആകാശത്തുയരുന്ന പട്ടങ്ങൾ കുട്ടികളിൽ കൗതുകവും സന്തോഷവും ഉണർത്തുന്നതിനൊപ്പം കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും മനോഹരമായ കാഴ്ചയും സൃഷ്ടിക്കുന്നു. പരിപാടിയിൽ ഡി ഗീതാകൃഷ്ണൻ, ഒ ബി രാജേഷ്, ആർ ശിവപ്രസാദ്, ഷീബ തമ്പി, കെ ചന്ദ്രൻപിള്ള, രഘുനാഥൻ, ഷിബു റാവുത്തർ, ഗോപൻ കുറ്റിച്ചിറ, ബിന്ദു അനിൽ, സുനിത തങ്കച്ചൻ, ബാബു ജയരാജ്, ബിന്ദു ഗോമസ്, ഗ്രേസി ജോർജ്, ശിവകുമാർ പണിക്കർ, പ്രവീൺ കൊടുന്തറ എന്നിവർ ആശംസകൾ നേർന്നു. ഓണത്തിൻ്റെ ഐതിഹ്യവും പാരമ്പര്യവും പുതുതലമുറയുടെ ആഘോഷ മനസ്സുമായി കൂട്ടിയിണക്കി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ ഓണാഘോഷം സമാപിച്ചത്. മഹാബലിയുടെ സമത്വ സങ്കല്പവും ഓണത്തിൻ്റെ കൂട്ടായ്മയുടെ സന്ദേശവും പട്ടത്തിൻ്റെ സ്വാതന്ത്ര്യവും ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ച ആഘോഷമായി പരിപാടി മാറി.
കൊല്ലം കൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൻ്റെയും ഓണക്കോടി വിതരണത്തിൻ്റെയും ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീ AK ഹഫീസ്, കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി ശ്രീമതി ഹേമലത M IPS, ജില്ലാ കളക്ടർ ശ്രീമതി ആനി ജൂല തോമസ് IAS എന്നിവർക്ക് കൈറ്റ് ക്ലബ് ഭാരവാഹികൾ ഓണക്കോടി സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.